ഫുട്ബോൾ വെറും ഒരു കളിയല്ലെന്ന് പറയുമ്പോൾ ചില മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താറുണ്ട്. ചുവന്ന കുപ്പായത്തിൽ ആൻഫീൽഡിന്റെ വലതുവശത്ത് കൂടി കാറ്റ് പോലെ പാഞ്ഞു പോയിരുന്ന ആ രൂപം ഇനി അവിടെ ഉണ്ടാകില്ല. മുഹമ്മദ് സല. ലിവർപൂൾ എന്ന ക്ലബിന്റെ ചരിത്രം എഴുതിയവർക്കിടയിൽ സുവർണ അക്ഷരങ്ങളാൽ കൊത്തിവെക്കപ്പെട്ട പേര്. റെക്കോർഡുകളെ കളിപ്പാട്ടങ്ങളാക്കിയ, പ്രതിരോധ നിരകളെ നിഷ്പ്രഭമാക്കിയ ആ ഈജിപ്ഷ്യൻ രാജാവ് പടിയിറങ്ങുകയാണ്. ഒരു യുഗത്തിന്റെ അന്ത്യം, അല്ലെങ്കിൽ ഒരു ഇതിഹാസത്തിന്റെ വിടവാങ്ങൽ. 2017 ആ വേനൽക്കാലം ഓർമ്മയില്ലേ? റോമയിൽ നിന്നും 34 മില്യൺ പൗണ്ടിന് ഒരു ഈജിപ്തുകാരൻ വരുമ്പോൾ പലരും അയാളെ പരിഹസിച്ചു. ചെൽസിയിൽ പരാജയപ്പെട്ടയാൾ ഇംഗ്ലണ്ടിൽ ഇനി എന്ത് കാണിക്കാനാണ് എന്നാണ് പലരും ചോദിച്ചത്. പക്ഷെ ലിവർപൂളിന്റെ മണ്ണിൽ കാലുകുത്തിയ നിമിഷം മുതൽ അയാൾ ലോകത്തോട് സംസാരിച്ചു തുടങ്ങിയത് വായ കൊണ്ടായിരുന്നില്ല, തന്റെ ബൂട്ടുകൾ കൊണ്ടായിരുന്നു. ആദ്യ സീസണിൽ തന്നെ 44 ഗോളുകൾ. തന്റെ കഴിവിൽ സംശയം പ്രകടിപ്പിച്ചവരുടെ നാവടപ്പിച്ചുകൊണ്ട് അയാൾ ആൻഫീൽഡിന്റെ പ്രിയപുത്രനായി മാറി. താൻ വെറും ഒരു ഗോൾ സ്കോറർ അല്ല, മറിച്ച് കോച്ച് ക്ലോപ്പിന്റെ തന്ത്രങ്ങളിലെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമായിരുന്നുവെന്ന് സല എല്ലാവരെയും ബോധ്യപ്പെടുത്തി. ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും മാരകമായ സഖ്യത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അവിടെ. ഇടതുവശത്ത് സാദിയോ മാനയുടെ വേഗത, മധ്യത്തിൽ റോബർട്ടോ ഫെർമീനയുടെ മാന്ത്രികത, വലതുവശത്ത് സലാഹിന്റെ കൃത്യത. അവർ മൂവരും ചേർന്ന് യൂറോപ്പിനെ വിറപ്പിച്ചു. 30 വർഷം നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് പ്രീമിയർ ലീഗ് കിരീടം ആൻഫീൽഡിലെത്തിയപ്പോൾ ആ വിജയഗാഥയിലെ നായകൻ സലാഹ് ആയിരുന്നു. ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കണ്ണീരോടെ മടങ്ങിയ ആ പഴയ സലാഹല്ല. തൊട്ടടുത്ത വർഷം അതേ ഫൈനലിൽ ഗോൾ നേടി ലിവർപൂളിനെ സിംഹാസനത്തിലെത്തിയ കരുത്തനായ സലാഹിനെയാണ് ലോകം പിന്നീട് കണ്ടത്. ലിവർപൂളിനായി 435 മത്സരങ്ങൾ, 255 ഗോളുകൾ. കണക്കുകൾക്കപ്പുറമാണ് അയാൾ ആരാധകർക്ക് നൽകിയ സന്തോഷം. പക്ഷെ വിധിയുടെ കളി മറ്റൊന്നായിരുന്നു. 2025 ആ കറുത്ത ജൂലൈ മാസം പ്രിയ സഹതാരം ഡിയാഗോ ജോട്ടയുടെ വേർപാട് സലാഹിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. കളിക്കളത്തിൽ ഗോളുകൾ നേടുമ്പോഴും ആ കണ്ണുകളിൽ പഴയ തിളക്കമുണ്ടായിരുന്നില്ല. പുതിയ പരിശീലകൻ ആർണൻ സോട്ടുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും താൻ ഒറ്റിക്കൊടുക്കപ്പെട്ടു എന്ന് സലാഹിന്റെ വാക്കുകളും ആരാധകരെ വല്ലാതെ വേദനിപ്പിച്ചു. അതങ്ങനെയാണ്. ഇതിഹാസങ്ങളുടെ മടക്കം എപ്പോഴും സുഗമമായിരിക്കില്ല എന്ന് സലാഹിന്റെ കാര്യവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എങ്കിലും ആ തർക്കങ്ങൾക്കും വീഴ്ചകൾക്കും ഇടയിലും സല ലിവർപൂളിന് നൽകിയ ആത്മാവിനെ ആർക്കും മായ്ച്ചു കളയാനാകില്ല. ഇന്ന് അയാൾ നടന്നു നീങ്ങുമ്പോൾ ആൻഫീൽഡിലെ പുൽനാമ്പുകൾ പോലും വിതുമ്പുന്നുണ്ടാകും. ഇയാൻ റഷിനും കെന്നി ഡാൽഗ്ലിഷിനുമൊപ്പം ഇനി സലാഹിന്റെ പേരും ആ ഇതിഹാസ നിരയിൽ തിളങ്ങും. നന്ദി സലാഹ്, നിന്റെ വേഗതയ്ക്ക്, നിന്റെ ഗോളുകൾക്ക്, നീ ഞങ്ങൾക്ക് നൽകിയ ആവേശത്തിന്. നീ ഒരിക്കലും തനിച്ചല്ല, കാരണം നീ ലിവർപൂളിന്റെ ഹൃദയമിടിപ്പാണ്.